ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല സ്വാദേറിയ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ സിന്ദൂരം എന്ന് പറഞ്ഞ മാങ്ങ 4 എടുത്തിട്ടുണ്ട്. ഒരു 3 ചെറുതും ഇടത്തരം വലിപ്പമുള്ളതും പിന്നെ ഒരു നല്ല വലിപ്പമുള്ളതും നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിന് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, 250 ml. അത് നന്നായി ശ്രദ്ധിക്കണം, ഞാൻ കറക്റ്റ് ഏകദേശം അളവ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കണം. ശർക്കര ഞാൻ ഒരുക്കിയേക്കുന്നത് ഏകദേശം 2 ചില്ല് ശർക്കര കുറച്ച് വെള്ളമൊഴിച്ച് ഒരുക്കിയേക്കാണ്. ഈ ശർക്കരയുടെ അളവ് തീരുമാനിക്കുന്നത് നമ്മുടെ മാങ്ങയുടെ മധുരം അനുസരിച്ചാണ്. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ 1 ചില്ല് ശർക്കര, 1 ചില്ലെന്ന് പറഞ്ഞാൽ ഒരു കട്ട എന്നൊക്കെ പറയില്ല, ഇങ്ങനെ ഒരു പീസായിട്ട് വരുന്ന, അങ്ങനെ 1 ചില്ല് ശർക്കര മതിയാവും. ഉരുക്കിയ ശർക്കരയും മാങ്ങയും 1 സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം. ഇത് വെന്ത് വരുന്നിട്ട് വേണം നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട്. പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് തല്ലിക്കുടി എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. അപ്പോൾ ആ മാങ്ങയാണ് നാട്ടിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. പഴുത്ത നല്ല മധുരമുള്ള ഏത് മാങ്ങ വേണമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് 1 മുറി നാളികേരം ചെറുക്കിയത്, അതായത് കറക്റ്റ് അളവ് അറിയാൻ 250 ml ഗ്ലാസ് എടുത്തെന്ന് പറഞ്ഞില്ല, അതിൽ നന്നായി കവിഞ്ഞ് നിൽക്കണം ചെറുകിയ നാളികേരം, അതാണ് അളവ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്, ഒരു 3-4 പച്ചമുളക്, ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർക്കണം. എരിവ് അധികം ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളമല്ല, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൽ പകുതിയോളാണ് എടുക്കുന്നത്. വേറെ വേണ്ടി വരില്ല, കൂടുതൽ വെള്ളം വേണ്ടി വരില്ല. എടുത്തു വെച്ചിരിക്കുന്ന തൈരിൽ പകുതിയോളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് അരച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും, കുറച്ച് കുറുകി പെട്ടെന്ന് കിട്ടും. ശർക്കരയിൽ വെന്ത് വന്ന മാങ്ങയിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ച് കൊടുത്ത് അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞ് ബാക്കി 1/2 ഗ്ലാസ് തൈരും കൂടി ഇരിപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി താളിക്കൽ പരിപാടിയാണ്. പക്ഷേ മാമ്പഴ പുളിശ്ശേരി താളിക്കുമ്പോൾ നെയ്യ് മസ്റ്റാണ്. നെയ്യ് ചൂടാക്കുക, 2 സ്പൂണോളം നെയ്യ് ഒഴിക്കുക, 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചോ. എന്നിട്ട് നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ ഞാനൊരു സ്പ്ലിറ്റ് ഉഴുന്നുണ്ടല്ലോ അതും കൂടി ഇടും. മിക്ക കറികളിലും കടുക് കാച്ചുമ്പോൾ ഞാൻ അതുകൂടി ഇടും. അപ്പോൾ അത് വേണമെങ്കിൽ ഒഴിവാക്കാം, അത് 2 നുള്ളിടും. പിന്നെ മെയിനായിട്ട് 1 നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 സ്പൂൺ എന്നൊക്കെ പറയാം, 1 നുള്ള് ഉലുവയും കൂടി നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം. പിന്നെ വറ്റൽമുളകും അവസാനം കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ച് അത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കുകയല്ലേ? അപ്പോൾ ഈ വിഷയം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ്, സദ്യ വീഡിയോസ് ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം ഈ വീഡിയോൻ്റെ. മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.